അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വിശേഷം വെച്ചാൽ വൈകുന്നേരമാണ് എപ്പോഴും ഞാനിവിടെ വീഡിയോ എടുക്കാറ് കേട്ടോ. കാരണം ഞാനാണ് കുട്ടികളൊന്നൊക്കെ എടുത്ത് തന്നെ ഇങ്ങനെ ആൾ വേണ്ടേ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള പണികൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ എടുക്കാറ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്ന് പറയാൻ ഇന്നിപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു മാസത്തോളം നോരുമ്പോൾ അതിലൊക്കെ പൂജ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് മുറിക്കാണ്. പ്രത്യേകിച്ച് വേറെ സ്പെഷ്യലൊന്നും കേട്ടോ. സാധാ ചോറും ചിക്കൻ കറി പപ്പടം കൊണ്ടുവന്നില്ല. പപ്പടം രാജാവിനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഉണ്ടാക്കി കേട്ടോ. പക്കെടുപ്പം വെച്ചോട്ടോ. ഇതുണ്ടോ ചുക്കള ഉണ്ടാക്കില്ല. ഒരു ചെമ്പ് ചുക്കള രാവിലെ ഉണ്ടാക്കി വയ്ക്കും. വൈകുന്നേരം നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന രാവിലെ കുട്ടികൾക്ക് ഉള്ളതും ഞാനും കൊണ്ടുപോകും. രാജേട്ടനൊക്കെ കൊണ്ടുപോകും പണിക്ക് പോകുമ്പോൾ. അപ്പോൾ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറുണ്ട് അടുപ്പത്ത്. അപ്പം എന്നാൽ ചിക്കൻ കറിയും കൂടെ വയ്ക്കാൻ വെച്ചു. വെച്ചിട്ടോ. ഉലുവട ചിക്കൻ മസാലപ്പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അതില്ലാണ്ട് നമ്മൾ സാധാരണ വയ്ക്കുന്ന പോലെ വയ്ക്കുക. ഉലുവ ഇട്ടു കേട്ടോ. കറിവേപ്പില പത്ത് വെട്ടുന്ന കൊണ്ടുവന്നു. ഉള്ളി ഞാൻ കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട്. കാരണം അതിന് ഗ്രേവിയൊക്കെ വേണ്ട വെച്ചിട്ടേ. അല്ലെങ്കിൽ കറി ഒരു മാതിരി ഇരിക്കും. അപ്പോൾ കുറച്ച് കൂടുതലിട്ടാൽ ഒരു ഗ്രേവി കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് അയ്യോ. നമ്മൾ ഉലുവ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിടാം. ഉള്ളി നോമ്പ് മുറുക്കുമ്പോഴേ ബിരിയാണി വെക്കണമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ എനിക്കൊരു ലീവുള്ള ദിവസമേ ഇപ്പം പഠിക്കുള്ളൂ. രാത്രി ഉണ്ടാക്കിയല്ലോ. പകലാവുമ്പോൾ നമുക്കത് ഒക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരത്തേക്കും ആവുമല്ലോ. അപ്പോൾ ഇന്നത്തെ തൽക്കാലം കൃത്യമായിട്ടിപ്പോൾ ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഉപ്പിടാം കേട്ടോ. അറിയാം ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അതിന് കുറച്ച് കറിവേപ്പില നല്ല കളർ വഴങ്ങുക. ഇതൊക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഒക്കെ ഇട്ടിട്ട് നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഒന്നങ്ങോട്ട് അരച്ച് വെക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉണ്ടല്ലേ നമുക്ക് ഇതിനുള്ള തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഉടച്ചു കൊടുത്തിട്ട് നല്ലോണം ചിക്കനൊക്കെ നമ്മളെല്ലാവരും വെക്കുന്നൊക്കെ പല കൂടെ തന്നെയല്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം എടുത്തപ്പോൾ ഇതും കൂടെ നടത്തുന്നുള്ളൂ കേട്ടോ. ഒന്ന് വല്ലാണ്ട് നമ്മൾ മസാലകളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്നത്. ചിക്കൻ മസാലപ്പൊടി ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് കുരുമുളകും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് വെക്കാം. അപ്പം നമുക്കിതിലേക്ക് ചിക്കനിൽ ഞാനിവിടെ മുളക് പൊടി കുറച്ച് മിക്സ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പം കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു കളറിന് വേണ്ടി കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി ഇവിടെ നമ്മുടെ മില്ലിൽ നിന്ന് മേടിക്കുന്നതാണ്. നല്ല പൊടിയായിട്ടോ അത്. ചുറ്റും നല്ലപോലെ നോക്കാം.
നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സർ വെച്ച് തന്നെയാണ് കുറച്ച് സമയമായി. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കേട്ടോ. നമ്മൾ ആ മിക്സർ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കതിൽ കുറച്ച് കുരുമുളക് പൊടി, ഞാനിവിടെ കുരുമുളക് പൊടിച്ച് വെച്ചതാണ്, എരിവുള്ള കേട്ടോ. അപ്പോൾ നമുക്കത് കുറച്ചിടാം. നല്ലൊരു സ്പൈസിയാണ് കേട്ടോ, സ്പൈസി ചിക്കൻ കറിയാണ്. നമ്മളൊക്കെ എരിവുണ്ടാവുമോ? നമ്മൾ ചിക്കനിലും മീനിലൊക്കെ നല്ല എരിവ് വേണം. ഇവിടെ നോമ്പുകാലാകുമ്പോൾ നമുക്കിവിടെ മുളക് പൊടിക്കും ഇതിനൊന്നും വലിയ ചിലവില്ല കേട്ടോ. കാരണം ഇവിടെ പച്ചക്കറി കൂടുതൽ ഞങ്ങൾ നോമ്പ് തന്നെയാണ് ഇവിടെ. ഇനി ചിക്കൻ മീനൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ നല്ല എരിവിടും. ഇതൊന്നും കൂടെ ഒന്ന് ആവട്ടെ കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെയാണ്, അതും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കട്ടെ. നല്ല എരിവുണ്ട് കേട്ടോ കുരുമുളകിൻ്റെ. അപ്പം ഇനി ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട്. അതിനോട് ബ്രെഡ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ആദ്യമായിട്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ കടയിൽ നിന്ന് ബ്രെഡ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രെഡ് കൊണ്ടുവന്നു. അപ്പോൾ കടയിൽ കുറച്ച് പത്തിരിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നൊക്കെ എത്ര വരുന്നേ? എന്നാലും നമുക്ക് കൂടിക്ക് നോമ്പ് മുറിക്കുമ്പോൾ അപ്പോൾ സ്പെഷ്യലൊക്കെ ആയിട്ടോ. പത്തിരി ബ്രെഡൊക്കെ ആയി കഴിച്ചിട്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുണ്ട്, കുരുമുളക് ഇട്ടുകൊണ്ടാണ് നല്ല എരിവൊക്കെ ഉണ്ട്. ഇങ്ങനെ ബ്രെഡും ചിക്കൻ കറിയും കാണുമ്പോഴേ എൻ്റെ കല്യാണത്തിനൊക്കെ വരുന്നതിന് ഇങ്ങനെയായിരുന്നു കേട്ടോ, ബ്രെഡും ചിക്കൻ കറിയും. പക്ഷെ ഇങ്ങനെ കറി കുറച്ച് നല്ല വെള്ളം പോലെയൊക്കെ ആവും. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് തന്നെ ഓർമ്മ വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.